വാഴ 3യിലും അതേ ഇതൊക്കെ നിങ്ങൾ കാണുമോ? ഇതേ ടീം വരും? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പം വാഴ 2-ൽ വാഴ ഫസ്റ്റിൻ്റെ ടീംസ് ജസ്റ്റ് മെൻഷൻ ചെയ്ത് എല്ലായിടത്തുനിന്ന് പോയിട്ടുള്ളൂ ക്ലൈമാക്സിൽ. അതുപോലെയും ഉണ്ടാവുമോ എന്നറിയില്ല. കാര്യം ഇതിപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു പിന്നെ ബയോപിക് ഓഫ് ബില്യൺ ഗേൾസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടായിരിക്കണം. വിപിൻ ദാസ് സാർ ആയതുകൊണ്ട്, സ്ക്രിപ്റ്റ് സാർ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല. ഒരു 1-2 ബോയ്സിന് പ്രാധാന്യം കൊടുത്ത പോലെ 3 വന്നിട്ട് ലേഡീസിന് പ്രാധാന്യമുള്ള സബ്ജക്റ്റ് ആയിരിക്കുമോ? തീർച്ചയായിട്ടും അതുപോലെ തന്നെയായിരിക്കും. കാരണം 90s ഗേൾസിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നതെന്നാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമകളിലും നമ്മൾ പിന്നെ കാണുന്ന ലേഡീസിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു ആംഗിളിലായിരിക്കണം ഈ സിനിമ വരുന്നതെന്ന് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ റീൽസിലൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ലേഡീസിന് ഇതിൽ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്? അതറിയില്ല. അത് ഇപ്പോൾ തികച്ചും അവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ കാസ്റ്റിംഗ് എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഫസ്റ്റ് വാച്ചിൽ അങ്ങനെയാണ്. കാരണം നമ്മൾ സിനിമ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മളെയും കൂടെയാണല്ലോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഉണ്ടാവും. അപ്പോൾ അന്ന് കരഞ്ഞത് രണ്ടും, സിനിമയുടെ ആ ഒരു വിജയവും പിന്നെ എന്നെ കാണാൻ സാധിച്ചതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷവും. അന്ന് അങ്ങനെയാണ് കരഞ്ഞത്. ഇപ്പോൾ 2 തവണ, ഇപ്പോൾ അത് കഴിഞ്ഞുള്ള 2 തവണ കരയുന്നത് നമ്മൾ ആ ഫിലിമിൻ്റെ ആ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് കരഞ്ഞത്. ഒരുപാട് എനിക്കും ഒരുപാട് സന്തോഷം. എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്, തുടർന്നും ഈ പടം ഇപ്പോഴും വാച്ച് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യുക. കാരണം തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്.